അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി 68 സങ്കീർത്തനം 5 വാക്യം നമുക്ക് വായിക്കാം. ദൈവം തൻ്റെ വിശുദ്ധ നിവാസത്തിൽ അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനുമാകുന്നു. അനുഗ്രഹിക്കപ്പെട്ട വേദവാക്യമാണ് നാം കേട്ടത്. അനാഥൻ, വിധവ എന്നിവർക്ക് പിതാവാണ്, ന്യായപാലകനാണ് ഇസ്രയേലിൻ്റെ ദൈവം എന്ന് സങ്കീർത്തനക്കാരൻ ഊന്നി പറയുകയാണ്. തൻ്റെ വ്യക്തിപരമായ അനുഭവം കൂടിയാണ് താൻ വെളിപ്പെടുത്തുന്നത്. അനാഥൻ എന്ന വാക്കിന് ഇംഗ്ലീഷ് ബൈബിളിൽ ഫാദർലെസ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഫാദർലെസ് എന്ന വാക്കിൻ്റെ അർത്ഥം പിതാവില്ലാത്തവൻ എന്നാകുന്നു. എന്നാൽ അനാഥൻ എന്ന മലയാളം വാക്കിന് അനേകം അർത്ഥങ്ങൾ ഉണ്ട്. അനാഥൻ എന്നാൽ പിതാവും മാതാവും സഹോദരന്മാരും ഇല്ലാത്തവൻ, മറ്റാരും സഹായിക്കുവാനില്ലാത്തവൻ, തൻ്റെ സങ്കടം കേൾക്കുവാനും കാണുവാനും ആരുമില്ലാത്തവൻ എന്നിത്യാദി അർത്ഥങ്ങൾ അതിനുണ്ട്. അതുപോലെ തന്നെ വിധവ എന്നതിന് ഭർത്താവ് മരിച്ചവൾ, വീണ്ടും വിവാഹം കഴിക്കാത്തവൾ, ഇരുൾ അടഞ്ഞ ജീവിതത്തിനുടമ, സമൂഹത്തിൽ ഒറ്റപ്പെട്ടവൾ, ഏകാഗിയായി തീർന്നവൾ എന്നെല്ലാം അർത്ഥം കൊടുക്കാം. വിധവയായി തീരുന്നതിന് മുമ്പ് ഒരു സഹോദരി എവിടെ പോയാലും ആരും ശ്രദ്ധിക്കുകയില്ല. എന്നാൽ വിധവയായി കഴിഞ്ഞാൽ ഒറ്റപ്പെടലുകളും തള്ളപ്പെട്ട അവസ്ഥയും സമൂഹത്തിൽ നിന്നും നേരിടുവാൻ സാധ്യതയുണ്ട്. അവർക്ക് സഹായത്തിന് മറ്റുള്ളവരെ ആശ്രയിക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. എന്നാൽ സങ്കീർത്തനക്കാരൻ 68 സങ്കീർത്തനം 5 വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: ദൈവം അനാഥന്മാർക്ക് പിതാവും വിധവമാർക്ക് ന്യായപാലകനും ആകുന്നു. ഈ ദൈവം 10,000 കോടി ദൈവങ്ങളിൽ ഒരു ദൈവമല്ല. പിന്നെയോ ആകാശത്തെയും ഭൂമിയെയും നക്ഷത്രഗോളങ്ങളെയും സകലത്തെയും സൃഷ്ടിച്ച് അതിനെ നിയന്ത്രിക്കുന്നവനായ സകല ദേവന്മാർക്കും മീതെ വലിയവനും വിശുദ്ധനുമായ ദൈവമാണവൻ. മരിച്ചവരെ മടക്കി വരുത്തുന്നവനും ആശ്വാസം നിരസിക്കപ്പെട്ടവർക്ക് സർവ്വ ആശ്വാസവും നൽകുന്നവനുമായ സമാധാന പ്രഭുവാണവൻ. അവൻ ശക്തനും വലിയവനുമാണെങ്കിലും അവൻ സമാധാനം നൽകുന്നവനും കരുണയുള്ളവനുമാണ്. മനസ്സലിവുള്ളവനാണവൻ. പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും അവയെ നീതിയോടെ ഭരിക്കുകയും ചെയ്യുന്നവനാണവൻ. എങ്കിലും ചതഞ്ഞ ഓട ഒടിച്ചു കളയാതെ രക്ഷിക്കുന്നവനും പുകയുന്ന തിരി കെടുത്തിക്കളയാതെ സൂക്ഷിക്കുന്നവനുമാണവൻ. മനം തകർന്നവരെ മുറി കെട്ടുന്നവനാണവൻ. അന്നും പതിവ് പോലെ യേശു വീട് വിട്ടിറങ്ങി ലക്ഷ്യം ഒന്ന് മാത്രം: കാണാതെ പോയതിനെ തിരഞ്ഞ് പാപത്തിൽ നിന്നും സാത്താനിൽ നിന്നും രക്ഷിച്ച് സ്വർഗരാജ്യത്തിന് അവകാശിയാക്കി തീർക്കുക എന്നതാണ് അത്. തൻ്റെ കൂടെ തൻ്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും ഉണ്ടായിരുന്നു. ഇന്ന് അവൻ്റെ പ്രവർത്തനം നയിൻ എന്ന പട്ടണത്തിൽ ആയതിനാൽ അവൻ ആ പട്ടണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് താൻ ഒരു കാഴ്ച കണ്ടത്. താൻ നയിൻ പട്ടണത്തോട് അടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നു. അവൻ്റെ അമ്മയ്ക്ക് അവൻ മാത്രമേ മകനായിട്ടുള്ളൂ. അവൻ ഏകജാതനാണ്, മറ്റു മക്കൾ ആരും ഇല്ല. തന്നെയുമല്ല, അവൻ്റെ അമ്മ വിധവയായിരുന്നു. തൻ്റെ എല്ലാ പ്രതീക്ഷകളും ഏതാനും സമയം കഴിയുമ്പോൾ 6 അടി മണ്ണിൽ താഴുമെന്ന് ആ മാതാവിന് അറിയാമായിരുന്നു. ശവക്കോട്ട ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ശവം ചുമക്കുന്നവർ നടക്കുന്നത്. രാവിലെ തന്നെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ശവക്കുഴി വെട്ടുവാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ കുഴി വെട്ടിയതിന് ശേഷം ശവം കാത്തിരിക്കുകയാണ്. ആ യവനക്കാരൻ്റെ ശവം കുഴിയിൽ വെച്ചു കഴിഞ്ഞാൽ അവരുടെ കൂലി ലഭിക്കും. അക്ഷമരായി കുഴിവെട്ടുകാർ ശവക്കോട്ടയിൽ നിൽക്കുമ്പോഴാണ് യേശു മരിച്ചവൻ്റെ അമ്മയുടെ അടുക്കൽ എത്തിയത്. അവൾ ഉച്ചത്തിൽ നിലവിളിക്കുകയാണ്. അവളുടെ വാർദ്ധക്യത്തിലെ പോഷകനായ സഹായകനാണ് ശവപ്പെട്ടിയിൽ കിടക്കുന്നത്. അവളുടെ നിലവിളി ശബ്ദം കേട്ട് ശവം ചുമക്കുന്നവർക്കോ കൂടെ നടക്കുന്നവർക്കോ അവളെ സഹായിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് യേശു അവളുടെ അടുക്കൽ എത്തുകയാണ്. ആ വിധവയെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് യേശു അവളോട് പറയുകയാണ്, കരയേണ്ട എന്ന്. ഭയപ്പെടേണ്ട എന്നും കരയേണ്ട എന്നും യേശു ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മുഖം മാടേണ്ടി വരികയില്ല, നാം കരയേണ്ടി വരികയില്ല, നാം ഭയപ്പെടേണ്ടി വരികയുമില്ല. കാരണം യേശു നമ്മുടെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം വരുത്താതെ കടന്നു പോവുകയില്ല. വിധവയോട് കരയേണ്ട എന്ന് ഒരു ആശ്വാസവാക്ക് പറഞ്ഞുകൊണ്ട് യേശു മുന്നോട്ട് പോവുകയല്ല ചെയ്തത്. അവൻ അടുത്ത് ചെന്ന് മഞ്ചം തൊട്ടു. ഉടനെ മഞ്ചം ചുമക്കുന്നവർ നിന്നു. യേശു ശവപ്പെട്ടിയിൽ മരിച്ചു കിടക്കുന്ന ശവത്തോട് പറയുകയാണ്, ബാല്യക്കാരായി എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്ന് അവൻ പറഞ്ഞു. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. യേശു അവൻ്റെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അവൻ്റെ അമ്മയുടെ കണ്ണുനീരിനെ യേശു മറികടന്നു പോയില്ല. ശവക്കോട്ടയിൽ കുഴി
കുഴിച്ച് കാത്തിരുന്നവർ ലജ്ജിച്ചു പോയി കാണും. പാതി വഴിയിൽ മരിച്ചവൻ എഴുന്നേറ്റ് അമ്മയോട് കൂടി സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, ആരെല്ലാം നമുക്കെതിരെ കുഴിവെട്ടിക്കൊണ്ട് നമ്മുടെ സകല പ്രതീക്ഷകളെയും കുഴിച്ചു മൂടുവാൻ ശ്രമിച്ചാലും മറ്റാരോടും നമ്മുടെ സങ്കടം പറയാതെ യേശുവിനോട് പറയാമെങ്കിൽ, യേശുവിൻ്റെ മുമ്പിൽ കരയാമെങ്കിൽ, നിശ്ചയമായും നമ്മുടെ ഉപദേശകനായ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരം വരുത്താതെ നമ്മെ വിട്ട് പോവുകയില്ല. അവൻ വിധവയ്ക്ക് ന്യായം നടത്തി കൊടുക്കുന്നവനാണ്. നയിൻ പട്ടണത്തിലെ വിധവ ഇന്ന് ലോകപ്രസിദ്ധയാണ്. യേശു ആ വിധവയുടെ സങ്കടം പരിഹരിച്ചു. നയിൻ പട്ടണത്തിലെ വിധവയുടെ സങ്കടം പരിഹരിച്ചത് ലൂക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി നമുക്ക് ഈ ദൈവം എങ്ങനെയാണ് അനാഥന്മാർക്ക്, ആരും സഹായത്തിനില്ലാത്തവർക്ക് പിതാവായി തീരുന്നത് എന്ന് പരിശോധിക്കാം. അന്ന് യഹൂദന്മാരുടെ ഒരു ഉത്സവമായതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി. 38 സംവത്സരം രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അതായത് യേശു ജനിക്കുന്നതിന് മുമ്പേ രോഗം പിടിച്ച് ബെഥസ്ദ കുളക്കരയിൽ കിടക്കുകയാണ് അയാൾ. എന്ത് രോഗമായിരുന്നു എന്ന് നമുക്കറിയില്ല. കുളത്തിലെ വെള്ളം കലങ്ങുന്നത് കാത്തു കഴിഞ്ഞ 38 വർഷം അയാൾ അവിടെ കിടന്നു. രോഗിയോട് യേശു ചോദിച്ചത്, നിനക്ക് സൗഖ്യം പ്രാപിക്കുവാൻ മനസ്സുണ്ടോ എന്നാണ്. രോഗി യേശുവിനോട് പറഞ്ഞത്, എനിക്ക് ആരുമില്ല എന്നാണ്. രോഗി പറയാതെ തന്നെ യേശു അവൻ്റെ അടുക്കൽ ചെന്നത് അവന് ആരുമില്ല എന്നതിനാൽ മാത്രമായിരുന്നു. അത് യേശു അനാഥന്മാർക്ക് പിതാവ് തന്നെയാണ്. യേശു ആ രോഗിയെ സൗഖ്യമാക്കി. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നമ്മെ സഹായിക്കുവാൻ ആരുമില്ല എന്ന് ചിന്തിച്ച് ഭാരപ്പെടുകയാണോ? നമുക്ക് സഹായം വരുന്ന, ആകാശവും ഭൂമി സൃഷ്ടിച്ച, മരിച്ചവരെ മടങ്ങി വരുവിനെന്ന് കൽപ്പിക്കുകയും മടക്കി വരുത്തുകയും ചെയ്ത യേശുവിനോട് ഉള്ളം തുറന്ന് കാര്യങ്ങൾ പറയൂ. അവൻ നമുക്കായി കരുതുന്നവനാണ്. ആരുമില്ലാത്തവരെ സഹായിക്കുവാനാണ് കർത്താവായ യേശു ക്രിസ്തു വന്നത്. അവൻ നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മോട് കരുണ കാണിക്കുന്നവനാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ 38 വർഷമായി രോഗം ബാധിച്ച് കിടന്നവനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകയാൽ ദാവീദ് ദൈവാത്മാവിൽ നിറഞ്ഞ് പറയുകയാണ്, ഇസ്രായേലിൻ്റെ ദൈവം അനാഥന്മാർക്ക് പിതാവും വിധവന്മാർക്ക് ന്യായപാലകനുമാകുന്നു എന്ന്. ഒരു കാര്യം മാത്രം നാം ഉറപ്പ് വരുത്തണം. ആ രാജാതിരാജാവായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് പാപമോചനവും ശുദ്ധീകരണവും നാം പ്രാപിക്കണം. നമ്മുടെ പാപങ്ങൾ അവനോട് ഏറ്റു പറഞ്ഞാൽ യേശു നമ്മോട് കരുണ കാണിച്ച് നമ്മുടെ പാപങ്ങൾ അവൻ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കും. ആകയാൽ പാപമോചനവും ശുദ്ധീകരണവും ലഭിച്ചിട്ടുള്ള പ്രിയ ദൈവമകനെ, ദൈവമകളെ, പാപത്തിൽ വീഴുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ജീവിക്കാം. പാപമോചനവും ശുദ്ധീകരണവും പ്രാപിക്കാത്ത ഏതെങ്കിലും വ്യക്തികൾ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗം പാപത്തിൽ നിന്നും രക്ഷ നേടുവാൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ നിരപ്പ് പ്രാപിക്കുവാൻ ഓടിച്ചെല്ലൂ. കാളക്കൂടം പോലെ മാരകമാണ് പാപം എന്ന യാഥാർത്ഥ്യം നാം മറന്നു പോകരുത്. ആകയാൽ നമ്മുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശു തരുന്ന സമാധാനവും സംരക്ഷണവും നമുക്ക് ഉറപ്പുവരുത്താം. അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും നിത്യജീവനെ നമുക്ക് അവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ സമാധാനമില്ലാതെ പ്രയാസപ്പെടുന്നുവെങ്കിൽ അങ്ങ് അവർക്ക് സമാധാനം കൊടുക്കണമേ. ഏതെങ്കിലും അനാഥനോ വിധവയോ ഭാരപ്പെട്ടിരിക്കുന്നെങ്കിൽ അങ്ങ് അവരുടെ സങ്കടങ്ങൾക്ക് പരിഹാരം വരുത്തി കൊടുക്കുകയാണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അങ്ങ് ആശ്വസിപ്പിക്കുകയാണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കുകയാണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.